നോറയ്ക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കാത്ത പോയത് എന്തായിരിക്കും? സീസൺ 6 കഴിഞ്ഞിരിക്കുകയാണ്. ജിൻഡോ ചേട്ടൻ വിന്നറായി. എന്ത് തോന്നുന്നു മൊത്തത്തില് PR വർക്ക് നന്നായി നടന്നു തോന്നുന്നു. അങ്ങനെ തോന്നി. നോറയ്ക്ക് PR ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ ഷോയില് ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാളായിരുന്നു ഞങ്ങള്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അങ്ങനെ ആയിപ്പോയതാണോ? അങ്ങനെ ആയതാണ്, അങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്തതൊന്നുമല്ല. ഫൈനലിന് ലൈക്ക് അതിപ്പോ നമുക്കിപ്പോ പുറത്ത് നോക്കുമ്പം PR അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ 100 ദിവസം അവരവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞത് അത് നമ്മള് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ ആ 5 പേരിൽ ആര് വിന്നർ ആവുകയാണെങ്കിലും എന്താ പറയുക, ദേ ഡിസേർവ് ഇറ്റ് എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 5 പേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ ജയിക്കുന്നായിരുന്നു. ലൈക്ക് ജയിച്ചാൽ കുഴപ്പമില്ലാന്നിരുന്നു. എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോകണം എന്നായിരുന്നു. അപ്പം ഈവൻ സെക്കൻഡ് ആയിട്ട് പോലും അവൻ്റെ ഡ്രീമിലേക്കുള്ള ആ ഒരു ഇത് അവനക്ക് കിട്ടിയപ്പം ഇറ്റ്സ് ലൈക്ക് അവൻ വിന്നറായ പോലെ, ലൈഫിൽ അവൻ വിന്നറായ പോലെ എനിക്ക് തോന്നി. ജാസ്മിന് 3ാം സ്ഥാനം മാത്രമേ ലഭിച്ചുള്ളൂ. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അവളുടെ ഒരു സ്റ്റോറി ലൈൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു. ലൈക്ക് അവളെ സ്റ്റോറി ലൈൻ കണ്ടപ്പം കുറച്ച് ഹാർട്ട് ടച്ചിങ് ആ ഒരു പോലെ തോന്നി. ആ ഒരു സ്റ്റോറി ലൈൻ ലാസ്റ്റ് കാണിക്കുമല്ലോ. അപ്പം നിങ്ങൾ തമ്മിലാണ് കൂടുതൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇനിയും ഉണ്ടാവും. അത് അഭിപ്രായ വ്യത്യാസമാണ്, അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ഇനിയും ചിലപ്പം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അവർ അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അത് നമ്മൾ പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് ആ വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അവർ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനല്ല ഇതങ്ങനല്ല പറയുന്നതെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ആദ്യം കുറെ സമയങ്ങളിൽ നോറ ഭയങ്കര ഇമോഷണലി കരയുന്ന ഒരാളായിരുന്നു. പിന്നീട് അത് ഓവർകം ചെയ്തു. അപ്പൊ ആ ഒരു ചേഞ്ചസ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ശരി, അത് സത്യം പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. എനിക്ക് ടൈം എടുത്തു. അതുകൊണ്ടാണ് എന്താ പറയുക, അത്രയും ആളുകളോടൊന്ന് ചേരാനും ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് പറയാൻ അത്ര ടൈം എടുത്ത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹേർട്ടായത്. പിന്നെ ഇവരിങ്ങനെ പറയും അതുകൊണ്ട് ഹേർട്ട് ആവണ്ടെന്ന് മനസ്സിലായി, പിന്നെ ഹേർട്ടായില്ല. അവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അടുപ്പവും ഉള്ളത് ആരോടാണ് ശരിക്കും? അടുപ്പെന്ന് പറയാൻ എനിക്ക് സത്യം പറയാൻ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊമെന്റ് അവിടെ. എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഗെയിം ആയതുകൊണ്ടാണ്, അല്ലാതെ ഗെയിം കഴിഞ്ഞ ശേഷം ദേ ആർ വെരി ഫ്രണ്ട്ലി വിത്ത് മീ. ഗെയിമിൻ്റെ സമയത്ത് അവർക്ക് എത്രയായാലും ഓക്കെ 91 ഡേയ്സ് ഞാൻ നിന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊരു സ്ട്രോങ് പ്ലെയേഴ്സിൽ ഒരാളായതുകൊണ്ടാണല്ലോ. അപ്പോൾ ഒരു സ്ട്രോങ് പ്ലെയറിനെ എങ്ങനെ പുറത്താക്കണം എന്നല്ലേ കൂടുതൽ ആളുകൾ നോക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ബാക്കി എല്ലാവരും നമ്മളൊരു സൗഹൃദം ഉണ്ടായിരുന്നു, ബോണ്ടിങ്. ഇപ്പോൾ ശ്രീതു അർജുനാണെങ്കിലും ജാസ്മിൻ ഗബ്രി, സിജോയ്ക്ക് സൗഹൃദം, അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, അൻസിബ, ഋഷി. പക്ഷേ 90 ദിവസം അവിടെ നിന്നിട്ടും നോറയ്ക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കാത്ത പോയത് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് കൊടുത്ത മറുപടിയാണ്, എന്നാൽ കൂടെ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഗെയിമിനെ ബാധിക്കുന്ന സംഭവം. അപ്പം ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം എനിക്ക് എല്ലാവരോടും സൂപ്പർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം അത് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ഹേർട്ടായി പോയിരുന്നു. ഞാൻ പറഞ്ഞ കേട്ടിട്ട് അവിടെ ആരും കരയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ ഡെസ്പായിട്ട് ഉണ്ടാവില്ല. അവരെല്ലാവരും ആ ഗെയിം സ്പിരിറ്റ് തിരിച്ചെനിക്ക് തരാ ചെയ്തത്. അത് ഞാൻ ആ ഒരു എന്താ പറയുക, അവരുടെ ഇമോഷൻസും എൻ്റെ ഇമോഷൻസിനും കണക്ട് ആക്കാതെ നോക്കിയതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു, ബട്ട് ഞാനത് ചെയ്തു. ഈ രജിത് കുമാറിന്റെ ഒരു സ്റ്റൈലായിരുന്നു ശരിക്കും നോറ ഒറ്റയ്ക്കിരുന്ന്